ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ പറഞ്ഞ ഇതാ പൊന്നമ്പിളി ഇതാ ഫോണിലിതാ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടൊന്നും നോക്കൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ കാക്കാളുണ്ട് കേട്ടോ. അവിടെ മടിയിൽ ഇങ്ങനെ കയറിയിരിക്കണ എന്താ വെച്ചാലേ അവിടെ കുക്കർ അടിച്ചണുണ്ട് കേട്ടോ. അത് പേടി വെച്ചാൽ ആൾക്ക് അത് അടിച്ചണ കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണ്. കരയൊന്നുമില്ല കേട്ടോ എന്നാലും. അപ്പോൾ മടിയിൽ കയറ്റി എത്തിയതാണ്. അപ്പം അങ്ങനെ ഇന്ന് എന്താ സംഭവിച്ചത് എന്താ, അപ്പം നമ്മൾ ഇത്രയും രാവിലെ എന്താ സ്കൂളൊന്നുമില്ലല്ലോ, അത് അത്താഴത്തിനുള്ളതാണ് കേട്ടോ. ബീഫ് അത് ശരിയാക്കണം. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കറിക്കുള്ളത് നേരാക്കും. എന്നിട്ട് ഞങ്ങൾ 10 മണി ഉടങ്ങും. എന്നിട്ട് ഞങ്ങൾ പണിയെടുക്കും അല്ലേ ലൈലോട്ടിക്ക. ലായില ഇല്ലല്ല ലായില ഇല്ലല്ല ലായില രവ് എടുത്ത കിട്ടിയില്ലേ. അപ്പം അങ്ങനെ അത് നിർത്തട്ടെ കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾ എടുക്കാനേ ഞങ്ങൾക്ക്. അവൻ്റെ അമ്മച്ചി കുളിച്ചാൻ വയ്ക്കുക. ഞങ്ങളെ താത്ത ഇന്നത്താത്ത ഉറങ്ങി നീച്ചിട്ടില്ല. കാരണം ഓള് ഇപ്പം രാവിലെ കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്, ക്ലാസ് കേട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓളെ വിളിച്ചെടുക്കാനൊന്നുമില്ല, ഓൾ ഉറങ്ങട്ടേന്ന് കരുതി. ഇന്നൊരു ഒഴിവുള്ള ദിവസമല്ലേ. ഇത് അത്താഴത്തിനുള്ളതാണ് കേട്ടോ. ഇത് ആദ്യം വേവിച്ചിരിക്കുകയാണ് നമ്മൾ. പിന്നെ വേണം കേട്ടോ കറിക്കുള്ളതൊക്കെ നേരാക്കാൻ. വെറും മഞ്ഞളും മുളകും ഉപ്പിട്ടിട്ട് ആണ് വേവിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ എണ്ണയിലിട്ട് വരട്ടുക, എണ്ണയിലിട്ട് ഫ്രൈ ആക്കുക. അങ്ങനെ പോനവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. ഞാനത് ഒരടച്ചു വെക്കട്ടെ. അതാ 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 പഠിച്ചു പഠിച്ചു അതാ അതാക്കണു അതാ മീ പിന്നെ അതാ അതാ അതാട്ടോ കേട്ടോ. ഇപ്പം കണ്ടോണ്ടിട്ടില്ലേ. ഇതെന്തായി നോക്കണമെന്നല്ലേ. ഇവിടെ 2 കാക്കാളുണ്ടായിരുന്നു കേട്ടോ. ഐറ്റങ്ങൾ എങ്ങോട്ടാ പാർന്നു നോക്കി നിൽക്കുക. വിളിച്ചേ ഇന്നൂനെ വിളിച്ചേ അന്ന് അപ്പക്കോള് എടാ ഇന്നു എമിയേ എവിടെ അവിടെ ഉണ്ടോ? എൻ്റെ ഇന്നുണ്ടാടേ എടാ. എന്താണ് ഇന്നുവോ? എന്ത് കച്ചിലത്? മോഡലാണല്ലോ. അതാ നിർത്തി. അത്താഴത്തിനുള്ള ബീഫ് ഇവിടെ ആയിട്ടോ. ഇനി ഇതായി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മളെ കറിക്കുള്ളതാണ് കേട്ടോ. ഇത് കറിക്കുള്ളതും വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണത് കായ്പോളയാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ടാൽ നല്ല പോലെ പൊഴുത്തുക്കണു കേട്ടോ. പുറം ഭാഗം മാത്രമാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്യട്ടെ. നമ്മ മുന്തിരി മൂൻ്റെ ആട് കടിച്ചു എന്നാലും ഉണ്ട് കേട്ടോ.
ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണം കേട്ടോ. ഇപ്പൊ മുന്തിരി ഇട്ടു, ഇനി ഇതൊന്നാണ് വറവായി വരട്ടെ കേട്ടോ. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. നമുക്ക് പഴം, ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനത് വാട്ടിയെടുക്കണേ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 മുട്ട, പാല്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കായ്പോള ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. ഇതാ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ട മാറ്റി നമ്മൾ 4 മുട്ട ആക്കി. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മധുരം കുറച്ച് കൂടുതൽ പ്രിയമുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കസ്റ്റാർഡ് പൗഡർ കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ ഇതിൻ്റെ നല്ലത് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കാ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. ഇതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിട്ടോ. നമുക്ക് ഈ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. പഴം ഞാൻ എമിനൊന്ന് മൂത്രയിക്കാൻ പോയതാട്ടോ. ചിലത് നല്ല പോലെ ഒന്ന് വാടിപ്പോയിട്ടോ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇത് മിക്സ് ആക്കട്ടെ കേട്ടോ. ഈ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നത് മിക്സ് ആക്കി എടുക്കുക. ഇതാ ഇത് മിക്സ് ആക്കി എടുത്തു. ഇനി നമുക്കിത് ഒരു വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്കിതിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്ത് വേണേലും നമ്മുടെ കയ്യിലുള്ളത് ഇതാക്കട്ടോ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണ്ട നമ്മൾ വെക്കാനായിട്ട്. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇവരെ എന്തായാലും ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാവണ സമയം കൊണ്ട് നമുക്കിതാ ഇവിടെ ചപ്പാത്തി വരക്കണ്ട്. ഞാൻ അയച്ചു വിടട്ടെ കേട്ടോ. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടോ. അപ്പൊ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്ത് പിന്നെ അതോ പോയിട്ടില്ലേ? അത് ഞാൻ പോന്നപ്പോ വിളിച്ചു പോന്നേന്. ഇത് തരിക്കുള്ളതാണ് കേട്ടോ, പാല് വെച്ചിക്കണത്. അപ്പൊ ഞാൻ തരി ഉണ്ടാക്കട്ടെ നീ. അതട്ടോ നമുക്ക് മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി. അല്ല ഒഴിച്ചേ, എനിക്ക് വെള്ളമാണ് കൂടുതൽ വേണ്ടത്. അതാ കട്ട ഉണ്ടോക്കാം. നമ്മളെ വെള്ളം തണുപ്പില്ല എന്ന് പറയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് കറിക്കുള്ള എന്താ അതായത് ഉള്ളി വാട്ടാണ് കേട്ടോ. ചൂടുണ്ടല്ലോ. ഊട്ടിയച്ചേനെ എന്റെ കറി കൂട്ടാനെന്താ? എവിടെ? ബീഫ് വരട്ട് പരിച്ചക്ക് പപ്പടം എവിടെ? ഇതിന്റെ എന്താണ്? കായ്പോള പാത്രത്തിന്റെ അടിയില്. ഇതെന്ത് ചമ്മന്തിയാ? ചപ്പാത്തി, ഇന്ന് വിഭവങ്ങൾ എന്ന് പറയാൻ അത്ര തോന്നുന്നു കേട്ടോ. മാങ്ങ ജ്യൂസ് ഉണ്ട്, ഈത്തപ്പഴം ഉണ്ട്, അരി ഉണ്ട്, മുന്തിരി ഉണ്ട്, വത്തക്ക ഉണ്ട്. പിന്നെ അന്നത്തെ സ്പെഷ്യൽ കായ്പോള. ഹലോ ആ കൊടുത്തുമ്പാ രണ്ടാമത്തെ പൈസ ഇഷ്ടം പോണം. ഇന്ന് നോമ്പറക്കണം. അതിലോട്ടുന്നതാ
അതാ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഇതെന്താ അതാ പിന്നടിയോ പിന്നടി ചാടി ചാടി കേസ് മാങ്ങ നല്ല ചെന മാങ്ങ കേട്ടോ. ഉപ്പും ഓവർ മുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ. കലി പോവും, വയറ് കലിയാവും, വയറ് കാലിയാവും, കിണറ്റിൽ വെള്ളം കുറവാണ്. സംഭവം ശരിയാണ്. മതിയോ? അപ്പോൾ ഇത് സെറ്റാക്കി ഇനി ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത പണി. ഇതാ നമ്മുടെ അത്താഴത്തിൻ്റെ സമയമായിട്ടോ. അത്താഴത്തിന് എനിക്കിതാ ഇന്നും മുന്തിരിയാണ് കേട്ടോ. ഇത് മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ. കൽത്തന്മാരി പുളിപ്പല ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മുന്തിരി ഓർ വത്തക്ക ഇതിലേതെങ്കിലും ഒന്നാട്ടോ ഞാൻ കഴിക്കല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.